ഗസയിലെ 600 ക്രിസ്ത്യാനികളിൽ 500 പേരും കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് ഗസ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 100-ൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമേ നിലവിൽ അവിടെ ജീവനോടെ ഉള്ളവരുള്ളൂ. ബാക്കി എല്ലാവരെയും ഇസ്രായേൽ കൊന്നിരിക്കുന്നു എന്ന് ചുരുക്കം. അവസാനത്തെ ക്രിസ്തീയ ദേവാലയം തകർത്തിട്ട് പോലും മറ്റ് ലോക രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതികരണമോ പ്രതിഷേധമോ ഉണ്ടായി കണ്ടിട്ടില്ല. അവരെല്ലാവരും ജൂത വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിയർ നീണാൾ വായട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നവരുമാണ്. ആകെ ജോൺ ബോൾ മാർപ്പാപ്പ മാത്രമാണ് അത് തെറ്റായിരിക്കുന്ന ഒരു രീതിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്നാൽ തകർത്ത ദേവാലയം പുനർനിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീരുമാനമെടുക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നുള്ള അഭിപ്രായങ്ങൾ ചില രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ആ വിഷയം കണ്ടതായിട്ട് നടിക്കുക പോലും ചെയ്തിട്ടില്ല. ചരിത്രപരമായിരിക്കുന്ന എല്ലാ സാംസ്കാരിക പൈതൃകവും യഥാർത്ഥത്തിൽ ഗസയിൽ നശിച്ചു പോയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചരിത്ര സ്തൂപങ്ങളുടെ ഒരു പൊടി പോലും കാണാത്ത വിധം നാശങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് ഗസക്ക് പറയാനുള്ളത്. ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ചെയ്തത്. ലോകം നോക്കി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമാണ് പ്രതികരിക്കുന്നത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ അവകാശപ്പെടുകയും പ്രതികരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇനിയും അത് തുടരുമെന്നും ചരിത്രം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടെ ബാധ്യതയാണ് എന്നുള്ളതുമാണ് അവരുടെ അഭിപ്രായം.